ഞാൻ വലിയൊരു ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ പഠിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു ഇതൊന്നല്ല. നമ്മളെല്ലാവരും ഒന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ചിലർക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റണു എന്നുള്ളൊരിത്. എല്ലാവരും ഹാപ്പിയായി ചിരിച്ച മുഖത്തോടു കൂടി ഇപ്പൊ നമുക്ക് ഹാളിലാണെങ്കിൽ കൈയടിക്കുക പോവുക ഒക്കെ ചെയ്യാല്ലേ. ഇപ്പോൾ കുറെ പേരൊക്കെ കടന്ന് നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടാവും. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വെക്കേഷനാണ് ഉറങ്ങുന്നുണ്ടാവും. നമുക്ക് അതിനൊന്നും പറ്റില്ല. കുറച്ച് പേരുടെ മുഖം മാത്രം എനിക്ക് കാണാൻ പറ്റും. അവരൊക്കെ ചിരിച്ച മുഖത്തോടു കൂടിയാണ്. അപ്പൊ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. ഒരു 21 വർഷത്തോളം അംഗൻവാടി മേഖലയിൽ വർക്ക് ചെയ്തു. 2020 മാർച്ച് 3-നാണ് ഞാൻ ഈ ഒരു അവസരം ഏറ്റെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു വിധ മടിയോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സന്തോഷത്തോടു കൂടി, അതായത് നമ്മളെല്ലാവരും പറയും ഹനുമാൻ സ്വാമിക്ക് നെഞ്ചു വളർന്നാല് ശ്രീരാമസ്വാമിയെ കാണാന്ന്. ചിലർക്കെങ്കിലും കഥ അറിയായിരിക്കും അല്ലേ? നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. ഇങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ശ്രീരാമനെ ഉള്ളിൽ കാണും. ആ ഒരു ഫോട്ടോസൊക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ നെഞ്ചിൻ്റെ ഉള്ളില് MLA സ്റ്റൈൽ നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്നു. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കലാഭവമണി പറയും പോലെ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ളൂ. അന്നൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, തുടർന്ന് പഠിക്കാനുള്ള ഒരു ഇതില്ലാത്തതുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിൽ വളരെ അഭിമാനം കൊള്ളുകയാണ്. എന്താന്ന് വെച്ചാൽ തുടർ പഠനം നടന്നിരുന്നുവെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ജോലിയിലൊക്കെ സെറ്റായി ഇതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ലോകം എന്ന് കരുതിയിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു വിഷയത്തിൽ അന്ന് സങ്കടപ്പെട്ടുവെങ്കിലും ഇന്ന് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. മാരേജിന് മുമ്പ് പറഞ്ഞ എൻ്റെ ഫാമിലി, അച്ഛനമ്മ, 4 സഹോദരങ്ങള്. എൻ്റെ അച്ഛൻ എന്തൊരു വയ്യാത്തൊരു രോഗാവസ്ഥയിലുള്ള ആളായിരുന്നു എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തന്നെ. ഈ ഒരു വിഷമം അനുഭവിക്കുന്നതിനാൽ അച്ഛൻ വയ്യാന്നുള്ളൊരു സിറ്റുവേഷനിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു പറയുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ വരും. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു മുന്നേയൊക്കെ സംസാരിക്കുമ്പോഴേക്കും എനിക്കൊരു വിഷമം വരും. അതിന്നൊക്കെ മാറി എന്താ പറയാ, നമ്മളൊരു ബോൾഡായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ കാണാനും തുടങ്ങിയൊരു ടൈമാണ്. അപ്പൊ ഈ ഒരു ഇത് അച്ഛൻ്റെ ഈ ഒരു വയ്യായ എന്നുള്ളൊരു കാരണം ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് എന്താ പറയാ, മറ്റുള്ള ഒരു കൂലിപ്പണി എന്ന് വേണം തന്നെ പറയാൻ സത്യത്തില്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 4 പേര് കൂടപ്പറപ്പുകളുണ്ട്. അമ്മ കൂടുതൽ ജോലിക്കോ കാര്യങ്ങൾക്കോ ഒന്നിനും പോവാത്ത ഒരാളാണ്. വീട്ടിന്റെ പുറത്ത് പോവാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോ തൊട്ട വീട്ടില് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് നമുക്ക് ഇതിന്റെ മഹത്വം എന്താണെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് ഞാനിത് പറയുന്നത്. അതായത് തൊട്ട വീട്ടിലൊക്കെ നമ്മൾ മമ്പണി പറയും. ആ നാട്ടിൽ എന്താ പറയാ, നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. വേനലായി കഴിഞ്ഞാൽ മുറ്റത്തിന്റെ അരികൊക്കെ മണ്ണുകൊണ്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് അതൊക്കെ നേരെയാക്കി മുറ്റൊക്കെ ചാണം മെഴുകി നല്ലൊരു ഭംഗിയിൽ സാധാരണക്കാർ നല്ലൊരു ഭംഗിയാണ് ആ സമയത്ത് വേനൽക്കാലം. ഇപ്പൊക്കെ നമുക്ക് നമ്മളൊരു ഹൈ ലെവലിലെത്തി ടൈൽസായി സിമെന്റായി അല്ലേ, ഇപ്പോഴും ഉണ്ട് സാധാരണക്കാര് ലോകത്ത്. അപ്പൊ നമുക്കത് കാണാൻ പറ്റും. ആ ഒരു സമയങ്ങളിൽ ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യ എങ്കിലും ഒരു കുഞ്ഞു ബക്കറ്റിൽ ഇവർക്ക് വേണ്ട വെള്ളം എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. തൊട്ട വീട്ടില് ദൂരേക്കൊന്നും പോയില്ല. അപ്പോ എന്താ ആ സമയത്ത് നമുക്കൊരു 10 മണിക്ക് അവിടുന്ന് കിട്ടണ അവരുടെ ഒരു പലഹാരം, അതുപോലെ തന്നെ വൈകുന്നേരത്ത് നമുക്ക് ചെറിയ കുട്ടിയാണ് അപ്പൊ അവരതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ഇതാണ് തരും. ആ ഒരു ഇതും നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ പോയിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതായത് ജനിക്കുമ്പോ ഒക്കെ നമ്മൾ സാധാരണ പറയും വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ചു എന്നൊക്കെ അല്ലേ. പക്ഷെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു. വലിയ പേര് കേട്ട ഒരു തറവാടാണ്. പക്ഷെ അച്ഛൻ്റെ ഈ ഒരു അസുഖം കാരണം വീട്ടില് സത്യം പറഞ്ഞ ഭക്ഷണം കഴിക്കണ പ്ലേറ്റ് മുതൽ റേഡിയോ, കുടം, ടോർച്ച്, ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ഇത്രയും സാധനങ്ങളും കൂടി മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഈ 5 പേർക്ക് ഭക്ഷണം അയച്ചു തരേണ്ട ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ ഒരു സഹോദരങ്ങളുടെയും അമ്മയുടെയും ഒരു ഉത്തരവാദിത്വം മൂത്ത ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി. എന്താ പറയാ, ഇപ്പോ ഇതുപോലുള്ള ഈ വിഷമങ്ങളുടെയൊക്കെ അവസ്ഥയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വീട്ടിലേക്ക് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയി. ഇത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിന് ശേഷം മറ്റുള്ള ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങി. സ്കൂള് തുറക്കുമ്പോഴേക്കും നമുക്ക് ബുക്സ് കാര്യങ്ങൾ
മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് 4 പേർക്കും വേണം, എനിക്കും വേണം എന്നുള്ള സിറ്റുവേഷനിൽ ഒരു 2 മാസം സ്കൂൾ അടയ്ക്കുമ്പോൾ മറ്റുള്ള ജോലികൾക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേദിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത്രയും ഒരു വലിയൊരു വിഷമാവസ്ഥയിലായിരുന്നു. 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, സ്കൂൾ പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ക്ലാസ്സിൽ ടോപ്പറാണ്. എല്ലാവർക്കും, ടീച്ചേഴ്സിനും അധ്യാപകർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് അന്നും ഇന്നും എൻ്റെ നാട്ടിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നും എൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത്. ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ 2 വാക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതും, എല്ലാവരും നമ്മളൊരു പ്രോഗ്രാമിന് കാണുന്നു, എന്തെങ്കിലും സംസാരിക്കുന്നു സ്റ്റേജിൽ, ആ ഒരു സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ആണ് എനിക്ക് ഇന്നും ഈ ഒരു അവസരം ഗ്രേറ്റ് ലീഡേഴ്സ് തന്നിട്ടുള്ളത്. അതിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. 10ാം ക്ലാസ്സിന് ശേഷം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ടൈലറിങ് പഠിക്കുക അല്ലേ, ലേഡീസിനുള്ളൊരു ഇതാണ്. ഇപ്പോഴും ഉണ്ട് കുട്ടികൾ, സാധാരണ ഫാമിലികൾ ടൈലറിങ് പഠിക്കുക എന്നുള്ളൊരിതുണ്ട്. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെയാ പഠിച്ചത്? ടൈലറിങ് പഠിക്കാൻ അന്നത്തെ കാലത്ത് ഒരു 15 രൂപയാണ് ഫീസ്. അത് കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടായി. അവർക്ക്, ആ ടീച്ചർക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ ടീച്ചർ എൻ്റെ കയ്യിൽ നിന്ന് ഫീ വാങ്ങിക്കില്ല. അങ്ങനെയാണ് ടൈലറിങ് പഠിച്ചത്. അതിന് ശേഷം ഒരു 90-ൽ ഞാനൊരു ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടു. ഒരു 10-35 കുട്ടികൾ പഠിക്കാനുണ്ടായിരുന്നു. ആ ഫീസ് കൊണ്ട് ഞാൻ വീണ്ടും ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു, നേഴ്സിംഗ് പഠിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ കണ്ട് കൊട്ട, കസേര, ബാങ്കുകളിലൊക്കെ ഇങ്ങനെ കസേരകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പഠിച്ചു. ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ വല്യച്ഛൻ മദ്രാസിലുണ്ട്. അദ്ദേഹം എന്ത് പറഞ്ഞു, സ്റ്റെനോ ആയിട്ട് അവിടെ എന്തായാലും ബുദ്ധിമുട്ടല്ലേ, നീ ഒന്ന് വിട്ടു നിന്ന് ജോലി ചെയ്ത കുടുംബം രക്ഷപ്പെടുത്താൻ പറ്റുന്നുള്ളതിൽ ആ ഒരു ഏജിൽ മദ്രാസിലേക്ക് സ്റ്റെനോ ആയിട്ട് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് വല്യച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് പോയത്. അന്ന് അച്ഛനുണ്ട്. അച്ഛനോട് പറഞ്ഞു, ഇനി അച്ഛനെ ഞങ്ങൾ നോക്കാം, ഞങ്ങൾ 2 പേരും കൂടി നോക്കാം, ടെൻഷൻ അടിക്കണ്ട എന്നുള്ളൊരിതിൽ അച്ഛനെയൊക്കെ സമാധാനിപ്പിച്ച് ഞങ്ങൾ 2 പേരും കൂടി പോയി. പക്ഷെ ഈ സമയത്ത് ആ ജോലി ശരിയായില്ല. അവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ടിങ് കമ്പനിക്കാണ് പോയത്. വീണ്ടും അച്ഛന് അസുഖം അതിയായിട്ട് നാട്ടിലേക്ക് തന്നെ വന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഹൈദരാബാദ്, ഈരോട്, കോയമ്പത്തൂര് എന്നീ സ്ഥലങ്ങളിലൊക്കെ എക്സ്പോർട്ടിങ് കമ്പനികളിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. അതായത് ഒരു മദ്രാസിൽ നമ്മൾ അന്യ സ്ഥലങ്ങളിലൊക്കെ ഒരു ടീനേജ് ആയ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക്, നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അത്ര ധൈര്യം കുറവായിരിക്കും. ഒന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. പല സന്ദർഭങ്ങളിലും പല വിഷമഘട്ടങ്ങളിലും ഞാൻ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് നാട്ടിൽ വന്ന് വീണ്ടും എന്തെങ്കിലും ഒരു ജോലി വേണം, കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നേഴ്സിംഗ് പഠിച്ചു. നേഴ്സിംഗ് ഒരു 2 വർഷം പഠിച്ചു. ആ ഒരു ബാച്ചിൽ ഒരു 10-35 കുട്ടികൾ ബാച്ചിലെ ഏറ്റവും ടോപ്പ് മാർക്ക് ഉണ്ടായിരുന്നു. സാർ എന്ത് ചെയ്തു, എല്ലാവരും ട്രെയിനിങ്ങിന് വിട്ടു. എന്നെ അവിടെ അടുത്ത ബാച്ചിന് പഠിപ്പിക്കാനായിട്ട് വിട്ടു. ആ സമയത്താണ് അച്ഛൻ വിട്ടുപിരിഞ്ഞത്. പിന്നെ എന്താ ചെയ്യാന്നുള്ളൊരു സങ്കടത്തിലായി. അവിടുന്ന് ആ ജോലി വളരെ കുറഞ്ഞ വരുമാനം ഉണ്ടായിരുന്നുള്ളൂ, കുടുംബത്തിലേക്ക് നമുക്ക് പോരാന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിനെ അവിടുന്ന് വിട്ടു. അവിടുന്ന് വീണ്ടും ഒരു 7ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ഈ ഒരു 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസത്തിൽ ഞാൻ ട്യൂഷൻ എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ നഴ്സിംഗും ടൈപ്പ് റൈറ്റിംഗും ഒക്കെ പഠിച്ച കാരണം നമുക്കറിയാലോ, ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ ഇംഗ്ലീഷ് വായിച്ച് അത് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിന്റെ മീനിങ്, അതേപോലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും തൽക്കാലം കൈകാര്യം ചെയ്യാന്നുള്ളൊരു ധൈര്യത്തിൽ അങ്ങനെ ചെയ്തു. ഈ സമയത്ത് നഴ്സിംഗ് കഴിഞ്ഞ് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്ന സമയത്താണ് കല്യാണം വന്നത്. അപ്പൊ ഞാനും എൻ്റെ അനിയത്തി ഒരേപോലെ വളർച്ചയിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ അവളുടെ കല്യാണം കഴിച്ചു കൊടുത്തു, അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോഴും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തം എൻ്റെ അമ്മ. എൻ്റെ അച്ഛൻ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, നീ അമ്മയെ നോക്കണം. എൻ്റെ കയ്യിൽ കിടന്ന് മരിച്ച പോലെയാണ് അച്ഛൻ. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ഫീലാണ്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തങ്ങള് മനസ്സിൽ എന്നും ഇതിങ്ങനെ കൂടുതൽ തോന്നും. അപ്പോൾ അനിയത്തിക്ക് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ജീവിതത്തിൽ പണം വേണം, വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണമൊക്കെ തരാട്ടോ. അപ്പോഴല്ലേ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോ ഒരു, അതോ നിങ്ങൾ ഫീലിംഗിൽ ഇരിക്കണോ, എന്താണോ, ടെൻഷനാണോ, ഒന്നും അറിയണില്ല. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. നമുക്ക് പണത്തിന്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് പറയും. പക്ഷെ എന്നാ എല്ലാം പണമാണോ? അതുമല്ല, അല്ലേ? പണം ആണോ ചോദിച്ചാൽ പണവുമല്ല. ഞാൻ ഒരുപാടൊന്നും ദീർഘിപ്പിക്കുന്നില്ല.
പക്ഷെ ഇത് കയ്യിൽ കിട്ടുമ്പോ ഞാൻ അംഗൻവാടി ടീച്ചർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. 1500 രൂപ സ്റ്റാർട്ടിങ്ങിൽ ശമ്പളം കിട്ടിയത് ഒരു 13,000 ആവാൻ എനിക്കൊരു 10-21 വർഷത്തോളം ജോലി ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു 13,000 കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവോ ജീവിതത്തിൽ? ഒന്നും ആവില്ല. നമ്മുടെ 9:30 to 3:30 നമ്മുടെ സമയം, അതായത് വേറെ ഒന്നിനും പറ്റാതെ നമുക്ക് അവിടെ തന്നെ കഴിച്ചു പോകേണ്ട ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞു, 2 മക്കള്, മറ്റുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കായി. ഈ 13,000 കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനിൽ എങ്ങനെ ഈശ്വര എന്താ ഒരു എക്സ്ട്രാ വരുമാനത്തിനൊരു മാർഗം? അംഗൻവാടി ബിൽഡിംഗ് വാടകയ്ക്കാണ്, അതിന്റെ മുകളിൽ ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറിയിട്ട് ഒരു 3:30-ക്ക് ശേഷം എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ ഒരു ഓട്ടോ വാങ്ങിച്ചാലോ, ഒരു ലേഡി എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിളിച്ചോടും. ഇങ്ങനെയൊക്കെ ഇരിക്കണ ഒരു സമയത്താണ് ഈശ്വരൻ ദൂതനായി അയച്ച പോലെ എൻ്റെ ഗ്രേറ്റ് ലീഡർ ഈ ഒരു അവസരം എനിക്ക് കൊണ്ടെത്തുന്നത്. അംഗൻവാടിയിൽ ഇരിക്കുമ്പോൾ എല്ലാം കേട്ടു, രണ്ടാമതൊന്നും ആലോചിച്ചില്ല എന്നുള്ളതാണ്. സ്പോട്ടിൽ വാടക കൊടുക്കാനുണ്ടായിരുന്ന ഒരു 5,000 കയ്യിലുണ്ടായിരുന്നു. അതിനെ എടുത്തു കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത 2-3 ദിവസങ്ങൾക്ക് ശേഷം ഒരു 5,000 രൂപ വീണ്ടും കൊടുത്ത് അങ്ങനെ 10,000-ന് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനോട് ഒരു അനുവാദം കൂടി ചോദിക്കാതെയാണ്, വീട്ടിൽ വന്നിട്ടാണ് ഏട്ടാ ഞാൻ അങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, നല്ലതാണ്, അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു 2.5 വർഷം പാർട്ട് ടൈം ആയിട്ട് ഞാൻ ചെയ്തു. 1 വർഷം കൊണ്ട് 6 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു, റീറ്റെയിൽ ചെയ്തു. പിന്നെ ഒരു കാര്യം കേട്ടോ, സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ അപ്ലൈൻ ലീഡേഴ്സ് എന്ത് പറഞ്ഞാലും അത് വളരെ ബഹുമാനത്തോടു കൂടി അന്നും ഇന്നും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് അവര് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, വെൽനസ് ക്യാമ്പ് ചെയ്യണം, ഹോം മീറ്റിംഗ് ചെയ്യണം, 2 to 1 കൊടുക്കണം. നമുക്കറിയാലോ നമ്മുടെ ബിസിനസ്സിന്റെ ആകെയുള്ളൊരു സിസ്റ്റം അതാണ്. ഇതെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്ത കാരണം ഒരു വർഷം കൊണ്ട് തന്നെ DTC എന്നുള്ളൊരു റാങ്കിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റി. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സ് വെക്കുന്ന ഓഫറുകളും എല്ലാ ഓഫറുകളും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് പോലെയാണ് എൻ്റെ ഗ്രേറ്റ് ലീഡർ സുമി സാർ വെച്ചത്. ഒരു പ്രൊഡക്റ്റ് ഇടും, അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറയണം. അങ്ങനെ റെഗുലർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഒരു പേനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുക്കർ, ഗോൾഡ് കോയിൻ, ക്യാഷ് പ്രൈസ്, അങ്ങനെ എന്ത് ലീഡേഴ്സ് ഒരു ഓഫർ നമുക്ക് വെക്കുന്നു അതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ അതിന്നും പിന്തുടർന്നു പോരുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരു സ്കൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. മറ്റുള്ള ഒരു വണ്ടിയിൽ പോകുമ്പോൾ അത് നോക്കി നിന്നിട്ട് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, എനിക്കൊന്ന് കയറണം എന്നുള്ള എനിക്കൊരു ഭയങ്കര ഒരു മോഹമായിരുന്നു. 1 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ TC ആയപ്പോൾ തന്നെ എനിക്കൊരു സ്കൂട്ടി അച്ചീവ് ചെയ്യാൻ പറ്റി. ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഓരോ വാഹനങ്ങളുടെ പേരൊക്കെ പറയില്ലേ, കാറിന്റെ BMW. അപ്പൊ ഈ സ്കൂട്ടിയിൽ ഇപ്പൊ എനിക്ക് ടീമൊക്കെ ഒരുപാട് ദൂരെയാണ്, വാളയാറ്, മലപ്പുറം, പൊള്ളാച്ചി, അങ്ങനെ ഒരുപാട് ദൂരെയാണ് എനിക്ക് ടീമുകൾ. അങ്ങോട്ടൊക്കെ ഞാൻ സ്കൂട്ടി ഉപയോഗിച്ച് പോകും. ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ ഇപ്പൊ ഉള്ളൊരു ഫീല് ഈ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന BMW പോണ ഒരു ഫീലാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്ന് അതിനെ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളില് ഒരു 10-55 വയസ്സായ ഒരു ലേഡി ഒരു സ്കൂട്ടി ഓടിച്ച് ഇത്രയും ദൂരം പോയി വർക്ക് എടുത്ത് വരുമ്പോ നമ്മുടെ ഉള്ളിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഒരു ഭയങ്കര, അതായത് ഞാൻ എപ്പോഴും ഞങ്ങളുടെ ലീഡേഴ്സ് തന്നെ പറയും, ഏറ്റവും കൂടുതൽ സ്കൂട്ടി ഓടിച്ചിട്ട് പോയി വർക്ക് ചെയ്യുന്ന ഒരു ലീഡർ, ഒരു ലേഡി എന്നുള്ള നിലയ്ക്കും കൂടി എന്നെ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അതായത് നമ്മള് ഈ ഒരു മേഖലയിൽ വന്നത് അറിഞ്ഞോ അറിയാതെയാണ് അല്ലേ. നമുക്ക് ഇത് ബിസിനസ് എന്താണോ, അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും നിർബന്ധപൂർവ്വമാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാവും. 100-ൽ ഒരാളെങ്കിലും ആയിരിക്കും നമുക്ക് ഈ ഒരു അവസരത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി എനിക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളൊരു, എൻ്റെ ലൈഫ് സെറ്റിൽ ആവുമെന്നുള്ളൊരു തീരുമാനത്തോടു കൂടി വന്നിട്ടുണ്ടാവുക. ബാക്കിയൊക്കെ നമ്മൾ സത്യത്തിൽ ചിലർ പറയും എന്നെ പെടുത്തി അല്ലേ, അതായത് അതുപോലുള്ള ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടാവുക. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരൂ, അല്ലെങ്കിൽ ബിരിയാണി വാങ്ങിത്തരാൻ വരൂ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവാ, ഈ രീതിയിലൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നവരും ഉണ്ടാവും. ഈ ഒരു പ്രോഗ്രാമിൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ടാവും കേട്ടോ, കുറച്ച് പേരൊക്കെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, വർഷങ്ങളായിട്ടുള്ളവരുണ്ടാവും. ഓക്കെ, എനിക്ക് ഒന്നേ പറയാനുള്ളത്, അതായത് ഈ ലോകത്ത് ഇത്രയും ഈസി ആയിട്ട് വളരെ ഫാസ്റ്റായി നമ്മുടെ സൗകര്യത്തിൽ
നമ്മുടെ ഇഷ്ടത്തിന് അല്ലേ അനുസരിച്ച്. എന്നാൽ ഇന്ന് വേറൊരു മേഖലയിലേക്കാളും ഫിനാൻഷ്യലി സെറ്റ് ആവാൻ പറ്റുന്ന, നമ്മുടെയൊക്കെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് വ്യക്തികൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന, ഇന്ന് സമൂഹത്തിൽ ഒരു സെലിബ്രിറ്റി ആവാൻ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, അതുപോലെ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയും ഇല്ല എന്ന് തന്നെ നമുക്ക് നെഞ്ചു തൊട്ട് പറയാൻ പറ്റൂല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്ക് ഒരു 2-3 കാര്യങ്ങളെ മാറ്റി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നാണം, മടി, പേടി എന്നിവയൊക്കെ അല്ലേ. ചിലർക്കൊക്കെ ഉണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇതെങ്ങനെ പറയും, എനിക്കിത് പറ്റുമോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമോ, എനിക്ക് അതിനുള്ള കഴിവുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്താഗതികൾ നമുക്കുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ അല്ലേ ഈശ്വരന് തുല്യം കണ്ടുകൊണ്ട് അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ, നമ്മുടെ കൂടെ വന്നവരെ നെഞ്ചോട് ചേർത്ത്, അതായത് പല ശരീരങ്ങളും ഒരു മനസ്സുമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തെ ഒരു കോടീശ്വരനാവാൻ നമുക്ക് ഇതുപോലൊരു അവസരം വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ. നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്പർ 1 ആണ്. ഇന്ന് ലോകത്ത് 2ാം സ്ഥാനത്താണ്, നമ്പർ 1ലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ കോടീശ്വരനാവുക പറഞ്ഞാൽ ടാറ്റയും ബിർലയും ഇവരൊന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യങ്ങള്, നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യങ്ങള്, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ കാര്യങ്ങള്, ഇവയൊക്കെ സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മള് അവരുടെ മുന്നിലൊരു രാജാവ് തന്നെയാണ് അല്ലേ. നമ്മൾ പല വിഷമഘട്ടങ്ങൾ അനുഭവിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പൊ മക്കളൊരു കാര്യം പറഞ്ഞു, കലാഭമണി ഒരു ഡയലോഗ് പറയാറുണ്ട്, ഞാൻ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ്. അച്ഛ 2 രൂപ വേണമെന്ന് പറയും അല്ലേ. അപ്പൊ എന്താ പറയണേ, എന്തിനാ മോനെ 2 രൂപ, 1 രൂപ പോരെ, എന്നാ 50 പൈസാണ്. കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പോൾ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന പലരും ഉണ്ടാവും. നമ്മുടെ മക്കൾ ഒരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ, മോൻ ഇന്ന് വരുമ്പോൾ മെഡിസിൻ കൊണ്ടുവരണട്ടോ എന്ന് പ്രായമായ ഒരു അച്ഛൻ പറയാണ്. ഒരു ചെറിയ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ചില സമയങ്ങളിൽ അത് മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ ഈ ഒരു ബിസിനസ് നമ്മൾ നെഞ്ചിലേറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. പിന്നെ ഒരു കാര്യം വേണ്ടത് എന്താണ്, ക്ഷമ വേണം നമുക്ക് ജീവിതത്തിൽ അല്ലേ. ഇതെല്ലാം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മൾ വരുമ്പോ നമ്മൾ ഇതൊക്കെ കുറച്ച് ഉണ്ടാവണം, നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലേ. അതായത് എപ്പോഴും എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ അറിവും 9 ആളുടെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ചെയ്യാന്നുള്ളത്. അതായത് ഈ ബിസിനസിന്റെ ടോപ്പിൽ നമുക്ക് എത്താന്നുള്ളത്. അപ്പോ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ മനോജ് സാർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അല്ലേ. മനോജ് സാറിനെ അറിയാത്തവരാരും ഇല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് മൈ ലിവിങ് ഗോഡ് എന്നാണ്. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. ജീവനുള്ള ദൈവം എന്നൊരർത്ഥത്തിലാണ് ഞാൻ അദ്ദേഹത്തിന്, എനിക്കത് പറയുമ്പോഴേ ഒരു രോമാഞ്ചം വരും. അത്രയും സന്തോഷമാണ്. നമ്മളെല്ലാവരും ഓരോ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ, ഓരോ മതവിശ്വാസികളാണ്, എല്ലാവർക്കും ഈശ്വരനുണ്ട്. അപ്പോൾ ഞാൻ മനോജ് സാർ എന്ന് പറഞ്ഞു കേട്ടോ, ഓരോ ഗ്രേറ്റ് ലീഡേഴ്സിനും അവരവരുടെ ഗ്രേറ്റ് ലീഡേഴ്സ് അതുപോലെ ദൈവമാണ്. ഇപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിൽ കാണുന്നു കൊണ്ടുവരേ എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് തന്നെ വിബീഷ് സാറുണ്ട്, പ്രദീപ് സാറുണ്ട്. ഇവരൊക്കെ ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്, RTC ലീഡേഴ്സ് ആണ്. എപ്പോഴെങ്കിലും അവരുടെ സ്പീച്ചോ അല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ്. വളരെ കൗതുകത്തോടും അഭിമാനത്തോടും കൂടിയാണ് അവരൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത്, എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും. അപ്പോ നമ്മള് ഈശ്വരനെ വിശ്വസിക്കണ്ട, നമ്മളെല്ലാരും. ജനനം മരണം നമുക്ക് വിശ്വാസമുണ്ട്, ഈശ്വരനെ വിശ്വാസമുണ്ട്. പക്ഷേ അവരെന്നും നമ്മൾ കാണുന്നില്ല അല്ലേ. ഒരു ഈശ്വരനെ നമ്മൾ കാണുന്നില്ല, നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമാണ്. പക്ഷെ ഈ ബിസിനസ്സിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് അല്ലേ. നമ്മളെല്ലാവരും ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പൂജിക്കും എന്ന് പറയുന്നു, സ്വാമി റൂമിൽ വെച്ച് പൂജിക്കും ഗ്രേറ്റ് ലീഡേഴ്സിനെ പറയുന്നു. അത്രയും നമ്മള് ഈശ്വരന് തുല്യം കാണുന്ന വ്യക്തികളാണ് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സ് അല്ലേ. ഇപ്പൊ ഇത്രയും നമ്മൾ നല്ല രീതിയിൽ അവരെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്നവരെ ചേർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങനെയാ ഫാസ്റ്റ് ആയിട്ട് വളരാനായിട്ട് പറ്റും. പിന്നെ
ഈ ബിസിനസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം ഇത്രയും എഫേർട്ട് എടുത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്ക് പങ്കുവെക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്ന ലീഡേഴ്സാണ്, എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എങ്കിലും ഇന്ന് വേറൊരു വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കട്ടെ. അവരൊരു ലേഡിയാണ്, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ലേഡീസ് ഒരുപാടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമാവും, അവരുടെ ബിസിനസ് നന്നായിട്ട് ഫാസ്റ്റായിട്ട് വളരാൻ എന്തെങ്കിലും ഒരു പോയിന്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടും അത് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് വേണമല്ലേ ഗ്രേറ്റ് ലീഡേഴ്സ് ഇത്തരം പ്രോഗ്രാമുകൾ നമുക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് തരുന്നത്. ഇപ്പോൾ ഒരുപാട് ക്ലാസ് എടുക്കാൻ ഏബിൾ ആയ ഒരാളൊന്നല്ല, പക്ഷെ ചില വാക്കുകൾ ഇപ്പൊ നമുക്ക് ഏതൊരു വ്യക്തി സ്റ്റേജിൽ കയറിയാലും അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സെന്റൻസ് നമുക്ക് നെഞ്ചിന്റെ ഉള്ളിൽ തട്ടണത് ഉണ്ടാവും. ആ ഒരു ദിവസം നമ്മുടെ മൈൻഡ് ഫുള്ള് പോസിറ്റീവ് ആവും, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വില്ലിങ് ആവും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെ 6 മണിക്ക് എണീറ്റിട്ട് നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും രാവിലെ. മക്കൾക്ക് സ്കൂളില്ല എന്നുള്ളത് മാത്രം കുഞ്ഞുമക്കളുള്ളവർക്ക് ഒരു സമാധാനം ഉണ്ടാവും. ചിലർ നടന്നുകൊണ്ടിരിക്കേണ്ടത് തോന്നുന്നു, ചിലർ പുറത്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഈ പ്രോഗ്രാമിന്റെ മുന്നിൽ നമ്മൾ എത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് വളരാൻ നമുക്ക് പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലേ? ഒരുപാട് പേർക്ക് ഇപ്പൊ എൻ്റെ ടീമിൽ തന്നെ ചിലർക്കൊക്കെ നല്ല വിഷമാവസ്ഥയിലുള്ളവരുണ്ട്. അപ്പോൾ എൻട്രി ഫീസ് അല്ലെങ്കിൽ ബസ് ഫെയർ അങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ട്രെയിനിങ് മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു മെന്റാലിറ്റി ചിലർക്കെങ്കിലും വരാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് വെച്ചാൽ ഈ ഓരോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല, ശരിക്കും ആ ഒരു വേർഡ് അതിന് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് രണ്ടേപത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് എന്നുള്ള നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചിട്ട് വേണം സന്തോഷത്തോടു കൂടി നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുന്ന സമയത്ത് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാവട്ടെ അല്ലെങ്കിൽ നമ്മളെ ഈശ്വരൻ ഒരു അഭിവൃദ്ധിയിലേക്ക് എത്തിക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വേണം 1 രൂപയാണെങ്കിലും നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും നമ്മൾ ഒന്നും മിസ്സാക്കരുത് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു GTS ഒരു പ്രോഗ്രാമോ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ലീഡേഴ്സ് വെക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ എത്ര റിസ്ക് എടുത്താലും എത്തുന്നുള്ളതാണ്. എനിക്ക് പറയണോണ്ട് ഒരു വിഷമമില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ കുറവായിരിക്കും. ആ ഒരു വിഷമം തീർക്കാനാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും ഞാൻ റോഡിൽ ഇറങ്ങും. ചിലപ്പോൾ പെട്രോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ബസ് ഫെയറിന് ഉണ്ടാവില്ല, ഒരു ടീക്ക് ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻറ്റ് എന്താണ്, എൻ്റെ ബാഗിൽ എപ്പോഴും എന്തെങ്കിലും 1-2 പ്രോഡക്റ്റ് ഞാൻ വെക്കും. ലേഡിയാണെന്നുള്ളതുകൊണ്ട് ഞാൻ വലിയ ബാഗ് യൂസ് ചെയ്യാറില്ല, ഒരു കുഞ്ഞു ബാഗാണ്. പിന്നെ ചെറുതായിട്ടൊരു ആക്സിഡന്റ് പറ്റി എനിക്ക് വെയിറ്റ് ഉള്ളത് അധികം തൂക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നാലും ഉണ്ടാവും 2 പേസ്റ്റോ വേറെ എന്തെങ്കിലും. ഇത് ഞാനൊരു വ്യക്തിക്ക് കൊടുക്കും. ഞാൻ ആ ഒരു പ്രോഗ്രാമിന് പോകണേൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഞാനത് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകും. എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതോ എനിക്ക് വേറെ എന്തെങ്കിലും തിരക്കാന്നുള്ളതോ വെച്ചിട്ട് ഞാൻ ഒരു പ്രോഗ്രാമും മിസ്സാക്കാറില്ല എന്നുള്ളതാണ്. എൻ്റെ അനിയത്ര കുട്ടിയുടെ കല്യാണമായിരുന്നു ഇപ്പൊ 2-3 ദിവസം മുന്നേ. അന്ന് STC പ്രോഗ്രാമാണ് പാലക്കാട് ചൊവ്വാഴ്ച. അത് കഴിഞ്ഞ് GTS ആണ്. ഞാൻ ഈ കല്യാണം ഉപേക്ഷിച്ചിട്ടും കൂടി എൻ്റെ അനിയത്ര കുട്ടിയുടെ കല്യാണം ആലോചിച്ചു, വീട്ടിൽ നടക്കുന്ന ഒരു കല്യാണമാണ്, ഞാൻ പ്രോഗ്രാമിന് പോയി. എനിക്കിതിൽ ജയിക്കണം, എൻ്റെ മക്കളെ എൻ്റെ ഫാമിലി എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അത് എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവർക്ക് മൊത്തം അറിയില്ല. അത് ഇത്രയും വലിയൊരു മഹത്തായ അവസരമാണ് നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ല അല്ലേ? അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റൂ. അതുപോലെ എന്ത് വേണം, പ്രൊഡക്റ്റ് നമ്മുടെ കൂടെ വന്നവരെടുക്കട്ടെ. അങ്ങനെ ഒരു ചിന്താഗതിയിൽ അവരെ വളർത്താനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെക്കാട്ടിലും ഉപരി നമ്മൾ നമ്മുടെ കൂടെ വന്നവരെ വളർത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്, നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് നമ്മളെ വളർത്തുന്നു. അപ്പൊ നമ്മളൊരു ലീഡറാണ്. നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലീഡറാണ്. നമ്മുടെ കൂടെ ഒരു വ്യക്തി വന്നാൽ നമ്മൾ അവരുടെ ലീഡറായി. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അവരെ വളർത്താനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒപ്പം നമ്മൾ പ്രൊഡക്റ്റ് നന്നായിട്ട് പർച്ചേസ് ചെയ്യുക, റീറ്റെയിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് വളരാൻ ഏറ്റവും വേണ്ടത് വെൽനസ് ക്യാമ്പ്, ഹോം മീറ്റിംഗ്, 2 to 1 ഇവയെല്ലാം ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഈ ഒരു ബിസിനസിന്റെ ഒരു മഹത്വം ഉണ്ട്. അതുപോലെ നമുക്കൊരു മെറിറ്റും ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് പറയില്ലേ. നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാല്ലേ. ഞാൻ ചില സ്റ്റേജിൽ പറയും എനിക്ക് സങ്കടം വരും, തോന്നിയാസം പോലെ പറയും ഞാൻ. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. നമ്മുടെ എല്ലാം കഴിഞ്ഞ് അല്ലേ, വീട്ടിലത്തെ എല്ലാ കാര്യവും കഴിഞ്ഞ്, മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞ്, കല്യാണം ഉണ്ടെങ്കിൽ കഴിഞ്ഞ്, കാതുകുത്തുണ്ടെങ്കിൽ കഴിഞ്ഞ്, എന്നിട്ട് കിട്ടുന്ന സമയം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു 2 ദിവസം ഞാൻ വീട്ടിലിരുന്നു, 3-ാമത്തെ ദിവസം ഇറങ്ങുകയാണ്, നമ്മുടെ മൈൻഡ് എന്തായി,
കുറച്ച് പിന്നിലേക്ക് വരും തീർച്ചയായിട്ടും. ഈ പ്രോഗ്രാമുകളും നമ്മുടെ ലീഡേഴ്സിനെ കാണുക, നമ്മുടെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് എനർജി ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ബലൂൺ വീർപ്പിച്ച പോലെ നമ്മൾ അവിടുന്ന് വരും അല്ലേ? ഭയങ്കര എനർജി ആയിരിക്കും. ഒരു 2 ദിവസം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഫുള്ള് പോകും. അത് മനുഷ്യാവസ്ഥയാണ്. അതിൽ നമുക്ക് ഒരാളെയും തെറ്റ് പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട്. ഒരു ദിവസം നമുക്ക് ബിസിനസ്സിനെ പറ്റി എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. അപ്പോൾ ഞാനൊരു 8 മാസത്തോളം ഞാൻ ആക്സിഡന്റ് ആയിട്ടിരുന്നു. അപ്പോഴും എനിക്ക് ഫോണിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ പറ്റൂ. എന്നാലും വിളിക്കും. എൻ്റെ ഒരു ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൾ ചെയ്യാനും കൂടി ചില സമയത്ത് ബുദ്ധിമുട്ടുള്ള, അതായത് സപ്പോർട്ട് കുറവാണ്, ഫാമിലി സപ്പോർട്ട് കുറവാണ്, നമുക്ക് തുറന്നു പറയാം. എങ്കിലും ഞാൻ അത് മനസ്സിലാക്കി എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തുന്നുള്ള ഉറച്ച ചിന്താഗതിയോടുകൂടി ചെയ്യണം ഞാൻ. അപ്പോൾ എന്താ പറയാ, ഒരു ദിവസം ഈ ഒരു 8 മാസം നമ്മൾ വീട്ടിലിരുന്നപ്പോഴും ഈ ഫോൺ കോളിലൂടെ ഒരു മെസ്സേജ്, മാഡം PRSM എടുത്താൽ നന്നായിരിക്കും കേട്ടോ, മാഡത്തിന്റെ ആ വളർച്ചയ്ക്ക് നന്നാവും, റാങ്ക് മാറാൻ നന്നാവും, ഇന്ന ദിവസം നമുക്ക് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കോൾ ചെയ്യും കൂടി ചെയ്യാതെ ഈ ഒരു മെസ്സേജിലൂടെ ഇന്ന് 300ഓളം പേര് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം അവരോട്, നമ്മുടെ സ്നേഹം, നമ്മുടെ പെരുമാറ്റം, നമ്മൾ എങ്ങനെ അവരെ ചേർത്ത് പിടിക്കണു എന്നുള്ളതാണ്. ഇല കൊഴിയുന്നത് പോലെ കൊഴിയും എല്ലാവരും. അതായത് ഇപ്പൊ ഒരു മാവ് പൂത്തു, എല്ലാ പൂക്കളും നമുക്ക് മാമ്പഴാവുമോ? ഒരിക്കലും ഇല്ല. കുറെ പൂക്കൾ കൊഴിഞ്ഞു പോവും, കുറെ മാങ്ങയായിട്ട്, കണ്ണിമാങ്ങയായിട്ട് പോവും, കുറെ പഴുത്തിട്ട് പോവും, ഒരുപാട് പോവും. ലാസ്റ്റ് നമുക്ക് നല്ല മധുരമുള്ള മാമ്പഴമായിട്ട് വരുന്നത് കുറച്ചേ ഉണ്ടാവൂ അല്ലേ? അതുപോലെ എല്ലാ മേഖലയിലും ഉണ്ടാവും, നമ്മുടെ കൂടെ പോവും. പക്ഷെ നമ്മുടെ ഒരു ലീഡറുടെ തെറ്റുകൊണ്ട് നമ്മുടെ കൂടെ വന്നവരൊരാൾ നമ്മളെ മിസ്സാക്കരുത് എന്നുള്ളതാണ്. അവര് സ്നേഹത്തോടെ നമ്മുടെ കൂടപ്പിറപ്പിനെ പോലെ, അതിനാണ് ലീഡേഴ്സ് 9 ആളുടെ ക്ഷമ വേണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് NSS പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുമ്പോൾ ഓരോ ടീമിലും ഓരോ രീതിയിലാവട്ടെ, ഞങ്ങൾ എല്ലാവരെയും റൗണ്ടായിട്ട് നിർത്തിയിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ, കുട്ടികൾ പന്തിട്ട് പിടിച്ച് കളിക്കില്ലേ, അതുപോലെ തരും. ചക്ക വരും, മാങ്ങ വരും പറയുന്നിട്ട് ഞാൻ തമാശയ്ക്ക് എല്ലാ കാറ്റഗറിയിലുള്ള സാധനങ്ങളും നമുക്ക് പിടിക്കാൻ വരും, ഫാസ്റ്റ് ആയിട്ട് വരും. അത് നമുക്കുള്ള ഒരു അറിവാണ്, ഒരു തിരിച്ചറിവാണ്. എന്താണ്? നമ്മുടെ കൂടെ എല്ലാ രീതിയിലുള്ളവർ വരും, അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളത്, അത് കൂടെ വന്നവരെ ചേർത്ത് നിർത്തുക, വിട്ടുപോകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അപ്ലൈൻ ലീഡറിനെയും നമ്മുടെ അസോസിയേറ്റിനെയും വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രേറ്റ്, അതായത് എപ്പോഴും മനോജ് സാർ പറഞ്ഞൊരു കാര്യമാണ്, കിണറിൽ ചാടണം എന്ന് പറഞ്ഞാലും സാറ് ചാടും എന്ന് പറയുക. അപ്പൊ അത്രയൊരു വിശ്വാസം ഇന്ന് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്ത് രീതിയിലായാലും നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് നമുക്ക് ജീവിത വിജയം പറഞ്ഞു തന്നിരിക്കണം അല്ലേ? ഒരു അധ്യാപകർ പഠിപ്പിക്കേണ്ട, 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട, 2-ാം ക്ലാസ്സിലേക്ക് പാസ്സാവാനുള്ളതാണ് പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊക്കെ അത്യാവശ്യം പഠിച്ചു വന്നവരായിരിക്കും. പക്ഷെ ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എല്ലാം ആവുമോ? ഇല്ല. ഇന്ന് ഒരുപാട് പഠിച്ചവര് ഒന്നുമില്ലാതെ ഇരിക്കുന്നുണ്ട്. ഇന്ന് ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ നമുക്ക് ഈ മേഖലയിൽ ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കേൾക്കാം. 4-ാം ക്ലാസ്സിലുള്ളവരും 3-ാം ക്ലാസ്സിലുള്ളവരും എന്താ പറയാ, കോടീശ്വരന്മാരായ എക്സ്പീരിയൻസുകൾ നമുക്ക് കേൾക്കാനുണ്ടല്ലേ? അപ്പോൾ അറിവും ഇതും അല്ല, നമുക്കൊരു തിരിച്ചറിവ് വേണം എന്നുള്ളതാണ്. നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് തിരിച്ചറിവുകളാണ്. എൻ്റെ ഗ്രേറ്റ് ലീഡർ എപ്പോഴും പറയും, നമുക്ക് വണ്ടികൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരെ ഇടതുവശം ചേർന്ന് നടക്കണം എന്നല്ലേ? വലിയൊരു പാണ്ടിലോറി ചീറിപ്പാഞ്ഞു വരികയാണ്, അപ്പൊ നമ്മള് വലതുവശത്തേക്ക് ചാടണം വേണ്ടേ? ചാടണം. അത് നമ്മുടെ തിരിച്ചറിവാണ്. എനിക്ക് സ്കൂളിൽ പഠിപ്പിച്ചു തന്നത് ഇടതുവശം ചേർന്ന് നടക്കണം എന്നാണ് നമ്മൾ ചിന്തിച്ചു നിന്ന എന്തായിരിക്കും? ചമ്മന്തി ആയിരിക്കും അല്ലേ? അപ്പൊ അത് നമുക്കൊരു തിരിച്ചറിവാണ്. അതുപോലെ നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് തിരിച്ചറിവുകൾ വേണം. അതുപോലെ തന്നെ നമ്മൾ ഗ്രേറ്റ് ലീഡറിനെ വിശ്വസിച്ചിട്ടും കാര്യമില്ല, അസോസിയേറ്റിനെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. ബിസിനസ് ആരുടെയാണ്? നമ്മുടെ എന്ന് പറയാൻ പാടില്ല, എൻ്റെ അല്ലേ? എൻ്റെ ബിസിനസ്സാണ്. അപ്പൊ ആർക്കാ വിശ്വാസം കൂടുതൽ വേണ്ടേ? എനിക്ക് അല്ലേ? എനിക്കിത് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന ഉറച്ചൊരു വിശ്വാസം. അതെങ്ങനെ വേണമെന്നറിയോ? ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, ചിലരൊക്കെ BLO വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ലാസ്റ്റ് ആ ബോക്സ് എങ്ങനെ കൊണ്ടുപോവുക? അരക്കിട്ട് ഉറപ്പിക്കും അല്ലേ? അത് തുറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അവര് ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുക. ആ ഒരു സിറ്റുവേഷനിൽ ഒരു അരക്കിട്ട് ഉറപ്പിച്ച മൈൻഡ് ആവണം, ഒരു വിശ്വാസം ആവണം നമുക്ക് ഈ ബിസിനസ്സിൽ. ഏറ്റവും കൂടുതൽ അതാണ് വേണ്ടത്. അപ്പോഴാണ് നമ്മുടെ വളർച്ച ഫാസ്റ്റ് ആവും എന്നുള്ളത്.
ഓക്കെ. അതായത് എനിക്ക് ജയിക്കണം, എല്ലാവരുടെ മുന്നിലും തല ഉയർത്തി ജീവിക്കുകയാണെങ്കിൽ ഇന്ന വ്യക്തിയുടെ പോലെ, ബബിത മേഡത്തിന്റെ പോലെ അല്ലെങ്കിൽ സാറിന്റെ പോലെ ജീവിക്കണം എന്ന് മറ്റുള്ളവര് നോക്കിക്കാണുന്ന ഒരവസ്ഥയിലേക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിവ് നമുക്ക് ഈ ബിസിനസ്സിൽ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാത്തിലും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വന്നത് സമ്പത്തിലുപരി പേഴ്സണാലിറ്റിയാണ്. പൊതുവെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും പേഴ്സണാലിറ്റി, നമ്മുടെ ഡ്രസ്സിങ്ങിലായിക്കോട്ടെ, നമ്മുടെ സംസാരത്തിലായിക്കോട്ടെ, നമുക്കൊരു വ്യക്തി ഒരു കാര്യം ചെയ്തു തന്ന അതിനൊരു താങ്ക്സ്, നമുക്കത് എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ തോന്നിയിരുന്നു കുട്ടിക്കാലത്തൊക്കെ, താങ്ക് യു പറയുമ്പോൾ ഇത് ഇംഗ്ലീഷുകാരുടെ ഒരു വേർഡ് അല്ലേ, ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മളെ കളിയാക്കില്ലേ, ഇവളൊരു വലിയ ആൾ ഇപ്പൊ ഇംഗ്ലീഷ് പറയാൻ, ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വന്ന് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തന്നു, നമുക്കൊരാളൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു താങ്ക്സ് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീലിംഗ് അല്ലേ. ഇപ്പൊ നമ്മളൊരു പെട്രോൾ അടിച്ചു അപ്പൊ പറയും താങ്ക്സ്, നമുക്ക് നമ്മുടെ അസോസിയേറ്റ് ഇത് ചെയ്തു അപ്പൊ താങ്ക്സ്. എല്ലാവരോടും ഈശ്വരന്റെ ഒരു അനുഗ്രഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഒരുപാട് പേരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അല്ലേ. അതായത് നമുക്ക് ബെഡ് വിരിച്ച് കിടക്കാനുള്ള പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, നമ്മുടെ പേഴ്സണാലിറ്റി നന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കൂ. അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിൽ വലുതാവണം. ടൈം എത്രയെന്നൊന്നും അറിയില്ലെങ്കിലും ഒരുപാട് ദീർഘിപ്പിക്കാതെ ഞാൻ ഷോർട്ടാക്കാം. ഓക്കെ. അതായത് നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് ലീഡേഴ്സ് എപ്പോഴും പറയുന്ന കാര്യമാണ് ഗോൾ സെറ്റ് ആവണം അല്ലേ. ഗോൾ വേണം. നമുക്കൊരു ലക്ഷ്യം ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഇന്നത് ചെയ്യണം, സാർ എന്നോട് അത് റിക്വസ്റ്റ് ചെയ്തു ചെയ്യണം, അത് ഇന്നത്തെ എൻ്റെ ചെറിയൊരു ലക്ഷ്യമാണ് അല്ലേ. അപ്പൊ ഞാൻ അതിനനുസരിച്ച് തയ്യാറാവണം, നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്കൊരു ഹാപ്പി ആയിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കണം. അതായത് ചെറിയൊരു ലക്ഷ്യമാണ്. അപ്പൊ അത് നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് വലുത് വെക്കണം. അതുപോലെ സ്വപ്നങ്ങൾ വലുത് വെക്കണം. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എപ്പോഴും പറയും സ്വപ്നം ഉറങ്ങിക്കിടക്കുമ്പോ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ്. നമുക്ക് APJ സാർ പറഞ്ഞു തന്നിട്ടല്ലേ. അതായത് നമ്മൾ കട്ടിൽ നിന്ന് ഉരുണ്ട് മറിയണതാണോ അല്ലെങ്കിൽ ആന പിന്നാലോട്, അതൊക്കെ നമുക്ക് കുട്ടിക്കാലത്തെ ഒരു സ്വപ്നങ്ങളാണ്. അതാണോ നമ്മുടെ സ്വപ്നം? ബിസിനസ്സിൽ ഒരിക്കലും അല്ല. നമ്മുടെ സ്വപ്നം വലുതാവണം, നമ്മുടെ ലക്ഷ്യം വലുതാവണം. നമ്മുടെ ലക്ഷ്യം വലുതായ എന്താണെന്നറിയോ? നമ്മുടെ തടസ്സങ്ങളൊക്കെ ചെറുതാവും. ലക്ഷ്യം ചെറുതായാലോ തടസ്സങ്ങളൊക്കെ വലുതാവും. ഇന്ന് മഴയാണ്, ഇന്ന് വെയിലാണ്, അല്ലെങ്കിൽ എനിക്ക് വണ്ടിയില്ല, ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു തടസ്സങ്ങൾ നമുക്ക് ലക്ഷ്യം ചെറുതാവുമ്പോൾ നമുക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇതാവുന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ വിജയത്തിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ക്ലാരിറ്റി പ്ലസ് കറേജ് പ്ലസ് കോൺഫിഡൻസ് പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് കമ്മിറ്റ്മെന്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് സക്സസ് ആണ്. എന്തൊക്കെ വേണം? ക്ലാരിറ്റി വേണം. നമ്മൾ ഇത് എന്തിനാണ് ചെയ്യണത്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത്, നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നമുക്കൊരു ക്ലാരിറ്റി വേണം. നമുക്ക് ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലേ, ഏറ്റെടുത്ത് ചെയ്യാൻ എല്ലാം. ഞാൻ തമാശയ്ക്ക് പറയും, ഞങ്ങളുടെ അവിടെ അനങ്ങമല എന്ന് പറഞ്ഞിട്ട് വലിയൊരു മല ഉണ്ട്. എൻ്റെ സുബിസാറിനെ ദൈവത്തിനെ പോലെ കാണുന്ന സാറാണ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. എനിക്ക് അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. എൻ്റെ ഗ്രേറ്റ് ലീഡർ NTC ലീഡർ സുമിത് സാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിലോ ജീവിതത്തിലോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ എല്ലാ സപ്പോർട്ടിനും അദ്ദേഹമാണ്. അപ്പോൾ സാറിനോട് ഞാൻ പറയും, സുമിത് സാറേ അനങ്ങമല തന്നെ മറിഞ്ഞു വീണാലും ഞാൻ അത് ചാടിക്കടന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്യും പറയും ഞാൻ സാറിനോട്. അതുപോലെ നമുക്കൊരു ധൈര്യം വേണം, ഒരു കോൺഫിഡൻസ് വേണം, കൺസിസ്റ്റൻസി. ഞാൻ ഫസ്റ്റേ പറഞ്ഞു, ഇപ്പോൾ ഒരു ഇരുമ്പ് ദണ്ടിൽ നമ്മൾ ഒരു ലോറി വെള്ളം കൊണ്ടൊഴിച്ചാലും അത് തുളയില്ല, തുളഞ്ഞു പോവോ? ഒരു കേടും വരില്ല. പക്ഷെ ഒരു വർഷം, ഒരു 6 മാസം അതിൽ ഓരോ ഡ്രോപ്പ് വെള്ളം ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ഡ്രോപ്പ് വെള്ളം ഒരു ഇരുമ്പ് ദണ്ടിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് തുരുമ്പായിരിക്കില്ലേ ലീഡേഴ്സ്? തുരുമ്പായി പോവും. അതാണ് നമ്മുടെ പ്രവർത്തനം കൺസിസ്റ്റന്റ് ആവണം. അതുപോലെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം അല്ലേ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. ഈ കാര്യങ്ങളെല്ലാം ചേർത്തിണക്കി നമ്മൾ ഈ ഒരു ബിസിനസ് ചെഞ്ചോടായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയം ഫാസ്റ്റ് ആയിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റാങ്കുകൾ, അതുപോലെ തന്നെ നമ്മൾ വരുമാനം വേണം, ജീവിക്കണമെങ്കിൽ വരുമാനം വേണം. പക്ഷെ ഇതിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ വരുമാനം മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ പണത്തിന്റെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ പണം പേടിച്ചു പോകുന്നാണ് വയസ്സായവർ പറയുക അല്ലേ. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് നമ്മുടെ റാങ്കുകൾ, നമ്മുടെ അച്ചീവ്മെന്റുകൾ, ഇപ്പൊ നമ്മൾ ലീഡേഴ്സ് ഗ്രേറ്റ് ഒരു പ്രോഗ്രാം വെച്ചു വിചാരിക്കും, വലിയൊരു ഈവന്റ് വെച്ചു,
അതിൽ നമ്മൾ റാങ്ക് ചേഞ്ച് ചെയ്യാനും നമ്മുടെ അസോസിയേറ്റിനെ മാറ്റി കൊണ്ടുവരാനും പെർഫോമൻസ് അടിക്കാനും അതുപോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. എനിക്ക് എന്ത് ഇൻകം വന്നു എന്നുള്ളത് സ്വൈപ്പ് ചെയ്ത് നോക്കുകയേ വേണ്ട. ഈ റാങ്ക് അച്ചീവ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകം വരില്ലേ, അത് ഫോക്കസ് ചെയ്യുക. ലീഡേഴ്സ് വെക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ഇത് എൻ്റെയാണ്, ഇതിപ്പോ എന്താ പറയാ, ബിബീഷ് സാർ വെച്ചതാണ്, അല്ലെങ്കിൽ പ്രതീഷ് സാറിന്റെ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ മോഹനൻ സാറിന്റെ പ്രോഗ്രാമാണ്. ഈ ഒരു മെന്റാലിറ്റിയോടല്ലാതെ ഇത് എന്റെ പ്രോഗ്രാമാണ്, എന്റെ വിജയത്തിന് വേണ്ടി എന്റെ ലീഡേഴ്സ് വെച്ച് തന്ന പ്രോഗ്രാമാണ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമുക്ക് ആ ഒരു പ്രോഗ്രാമുകൾ നെഞ്ചിലേറ്റി നമ്മുടെ റാങ്ക് ചേഞ്ച് ചെയ്യുക, നമ്മുടെ പെർഫോമൻസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പണം നമ്മുടെ പിന്നാലെ നമ്മളെ തേടിയെത്തുന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നമുക്ക് ഹാപ്പി ആയി, രണ്ട് കാര്യങ്ങളിലും ഹാപ്പി ആയില്ലേ. എന്താ പറയാ, ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ GTS ഞങ്ങളുടെ സുബീഷ് സാറ് ബ്രാൻഡ് ന്യൂനൊരു ഷോളും ഒരു എക്സ്പീരിയൻസും തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കും അറ്റൻഡ് ചെയ്യുമ്പോഴാണ് പറയുന്നത്. അപ്പൊ എന്റെ ആഗ്രഹം എന്താണോ, എല്ലാ ആഴ്ചയും എനിക്ക് റാങ്ക് മാറണം. ഇത് പോസിബിൾ ആണോ എന്നൊന്നും സ്റ്റാർട്ടിങ്ങിൽ അറിയില്ല. എല്ലാ ആഴ്ചയും റാങ്ക് മാറണം, സ്റ്റേജിൽ കയറണം, സാറിന്റെ കയ്യിൽ നിന്ന് റെക്കഗ്നീഷൻ വാങ്ങിക്കണം, എക്സ്പീരിയൻസ് പറയണം. ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാ ആഴ്ചയും ഇത് പോസിബിൾ അല്ലാതെ. പക്ഷെ എങ്കിലും ഞാൻ ഒരു പ്രോഗ്രാം വന്ന എൻ്റെ അതിൽ TCയിൽ എത്ര എൻ്റെ ലീഡേഴ്സ് ഉണ്ട്, സോൾജറിൽ എത്ര ഉണ്ട്, ഇത് ഞാൻ കൗണ്ട് ചെയ്യും. ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എൻ്റെ ലീഡേഴ്സ് അതിൽ എത്ര പേരുണ്ട് ഞാൻ കൗണ്ട് ചെയ്യും. നെക്സ്റ്റ് ടൈം ഞാനത് കൂട്ടാനായിട്ട് നോക്കും. എന്നും ഞാൻ എൻ്റെ റാങ്കുകളും ഇതുമല്ല ഫോക്കസ് ചെയ്യണം, എൻ്റെ അസോസിയേറ്റിന്റെ റാങ്കുകളും അവരുടെ വരുമാനം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. നമ്മുടെ കൂടെ ഉള്ളവരെ ചേർത്ത് നിർത്തണമെങ്കിൽ ഒരു പ്രോഗ്രാമിൽ അവരുടെ ഒരു അഭിമാനം, ഒരു സ്റ്റേജ് കയറ്റി റെക്കഗ്നീഷൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വന്ന ഒരു ഷൈക്കൻഡും അവർ ആ ചിരിച്ച മുഖത്തോടെ ഇറങ്ങി വരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കി നോക്കൂ. അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ വിജയം ഈശ്വരൻ തരുന്നേ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈശ്വരന് തുല്യാണ് നമ്മൾ ലീഡേഴ്സിനെ കാണുക എന്ന് പറഞ്ഞു. ഇത് അത്രയും ഈശ്വരന്റെ കയ്യൊപ്പുള്ളൊരു കാര്യമാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് പ്രൊഡക്റ്റ് റോൾ ചെയ്യാൻ പാടില്ല, ക്യാഷ് റോൾ ചെയ്യാൻ പാടില്ല, ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പാടില്ല, അസോസിയേറ്റിന്റെ കയ്യിൽ നിന്ന് പാടില്ല. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്യും, പക്ഷെ അത് അതേ ടൈമിൽ അവർക്ക് തിരിച്ചു കൊടുത്ത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്താലുണ്ടല്ലോ, ഈശ്വരൻ നമുക്ക് ഇതിനുള്ള റിസൾട്ട് തരും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം വാളയാറ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ചായ കഴിക്കാൻ കയറി. നൈറ്റ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, അക്കൗണ്ടിൽ ഉണ്ട്, അതെനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ മോർണിംഗ് ഞാൻ അതെന്തോ ഒരു EMI ഞാൻ അടച്ചിരിക്കുന്നു, അത് എൻ്റെ മനസ്സിലില്ല. കുറച്ച് ചെറിയൊരു മെമ്മറി പവർ ഉണ്ട്. ഇതൊക്കെ കഴിക്കുന്നുണ്ട്, ലേഹിയൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയില്ലേ ബ്രഹ്മി കൂടുതലുണ്ട് അതിൽ. അത് കാരണം ഞങ്ങൾ ഫാമിലി ആയിട്ട് അതെന്നും കഴിക്കും. പക്ഷെ സത്യം പറയട്ടെ, ഒരു 2 മണി ആയിട്ടില്ല. അസോസിയേറ്റും ഭയങ്കര ടയേർഡായി, വാളയാറാണ്, ഞങ്ങൾക്ക് ചായ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ശരി കഴിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കയറി. ചായ കഴിക്കാൻ കയറിയിട്ട് ചായയും സ്നാക്സും ഓർഡർ ചെയ്തു. ബാലൻസ് നോക്കുമ്പോൾ കാണുന്നില്ല സാറേ. എൻ്റെ നെഞ്ചിൽ കൂടെ ഒരു കാളല്. അസോസിയേറ്റ് അല്ലേ കൂടുതൽ, ലീഡേഴ്സ് ആണെങ്കിൽ നമുക്ക് പറയാം, ഈശ്വര ഇവര് പറയും, ചില അസോസിയേറ്റ് പറയും ടീച്ചറെ ഞാൻ കൊടുക്കാം, ടീച്ചർ എന്നെ സമ്മതിക്കേയില്ല എപ്പോഴും എന്ന് പറയും. പക്ഷെ നമ്മുടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്, നമ്മൾ ചെയ്യണം. അവർക്ക് അസോസിയേറ്റിന് തീർച്ചയായിട്ടും കൊണ്ടുപോകുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ ലീഡേഴ്സ് വാങ്ങി തരൂ അല്ലേ. തീർച്ചയായിട്ടും തമാശ പറഞ്ഞതാണ്, സീരിയസ് ഒന്നല്ലാതെ. പക്ഷേ ഒരു കുറച്ച് സമയം എൻ്റെ വയറ് കൂടെ തീയാളിട്ടോ. എൻ്റെ മോള് പഠിക്കുന്നത് അയർലൻഡാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ മോൾക്ക് വേഗം മെസ്സേജ് ഇട്ടു. പക്ഷെ അവൾക്ക് അവിടെ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. മോള് കണ്ടോളന്നില്ല സമയം. ചിലപ്പോൾ അവിടെ എണീക്കണ സമയമൊക്കെ ആയിട്ടേ ഉണ്ടാവും. ഗ്രേറ്റ് ലീഡേഴ്സ്, ഞാൻ പറയട്ടെ, ഇന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഏത് ടോപ്പ് ലെവലുള്ള ലീഡേഴ്സിനോട് ചോദിച്ചാലും നമുക്ക് 5 മണിക്ക് ശേഷമാണ് നമുക്ക് ബുധനാഴ്ച ഇൻകം വരുന്നത് അല്ലേ. ഓക്കെ അല്ലേ ലീഡേഴ്സ്? 5 മണിക്ക് ശേഷമാണ് നമുക്ക് ഇൻകം വരുന്നത്. എൻ്റെ ഒരു അവസ്ഥ നോക്കട്ടെ. ഇത് നോക്കി മോൾക്ക് മെസ്സേജ് വിട്ടു, ഫോൺ അടച്ചിട്ട് ഇങ്ങനെ കഴിച്ചു കഴിയാറായി ഇരുന്ന് നോക്കുമ്പോ ടക്കുന്ന് കമ്പനിയുടെ ഇൻകം വന്നിരിക്കുന്നു സാറേ. 2 മണി സമയത്ത്. ഞാൻ എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സിനോടൊക്കെ സംസാരിച്ചു. ആർക്കെങ്കിലും ഇത്രയും വർഷം വർക്ക് ചെയ്തിട്ട് ഈ 2 മണിക്ക് ഇൻകം വന്നിട്ടുണ്ടോന്ന്? ഇല്ല എന്നാ പറഞ്ഞു. ഈശ്വരനല്ലേ കൂടെ? ആലോചിക്കൂ. നമ്മുടെ അസോസിയേറ്റിന്റെ മുന്നിൽ നമ്മൾ സങ്കടപ്പെട്ടോ? ഇല്ല. അതുപോലെ 1-2 പ്രാവശ്യം ഇപ്പൊ എൻ്റെ കുറച്ച് ലീഡേഴ്സൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എല്ലാവരും നമുക്ക് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സെക്കൻഡ് ഓർഗനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. 3ാമതൊരു ഓർഗൻ 4ാമത് ഓർഗൻ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർ 1-2 പേരൊക്കെ പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് 3rd ഓർഗനൈസേഷൻ സെറ്റായി. അപ്പോഴും എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് എന്താ പറഞ്ഞതെന്നറിയോ? ടീച്ചറെ ആത്മാർത്ഥമായിട്ട് ടീച്ചർ പ്രവർത്തിക്കുന്നുണ്ട്, ഫീൽഡിലോടുന്നുണ്ട്, അസോസിയേറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്, സത്യസന്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് 3rd ഓർഗൻ ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇത് ടീച്ചർ
ലീഡർക്ക് ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണ്. എന്റെ ലീഡേഴ്സ് എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ ചെയ്തു പോകുന്നതിന് ഈശ്വരൻ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. എല്ലാവരും സത്യസന്ധമായിട്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലേഡീസ് ഒരുപാടുണ്ട്. അത് നന്നായിരിക്കും അല്ലേ, എനിക്കൊരു സന്തോഷമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈശ്വരൻ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമില് എന്നെ ഇൻവൈറ്റ് ചെയ്ത മോഹനൻ സാറിനും അതുപോലെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഫോണിലാണ് അറ്റൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റൂ. ഇതൊരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരുന്ന താങ്ക്സ് അല്ല അല്ലേ, നമുക്ക് ഹൃദയം, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നെ ഒരാൾ അംഗീകരിക്കുക, എന്നെ ഒരാൾ ഇപ്പൊ മലപ്പുറം ടീമിലൊക്കെ ഇതുപോലെ വിളിക്കാറുണ്ട് കേട്ടോ. കൂടുതൽ നമുക്ക് അറിവുകൾ ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ഇതിൽ എന്ത് ചെയ്തു നമ്മൾ അത് പറഞ്ഞു കൊടുക്കണു. ഒരു NTC ലീഡർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് MC ചെയ്യാൻ ഒരു അവസരം കിട്ടി. അവിടെ ജെൻസ് നല്ല യങ്സ്റ്റേഴ്സ് ആണ് അവിടെ MC ചെയ്യുക. പൊളിക്കവര് ഈ 55 വയസ്സ് ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്രേറ്റ് ലീഡർ സുബിസാറിനോട് വന്നിട്ട് പറഞ്ഞു, ഇതുപോലൊരു മുതല് എനിക്കുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ, അങ്ങോട്ട് തരുന്നു ചോദിച്ചു. അതൊക്കെ നമുക്കൊരു അഭിമാനം. മറ്റുള്ളവർ നമ്മൾ സ്നേഹിക്കുക അഭിമാനിക്കുക ചെയ്യുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ. പിന്നെ ചെയ്യണം നമ്മൾ എന്ത്, നമുക്കൊരു അവസരം കിട്ടുമ്പോഴും. ഇപ്പൊ സാറിനോട് എനിക്ക് പറയാൻ ഞാൻ അറിയില്ല, എല്ലാവരെയും അറിയില്ല, എനിക്കത് ബുദ്ധിമുട്ടാണ് സാറേ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. പക്ഷെ ഇത്രയും സ്നേഹനിധികളായ നിങ്ങളെ അല്ലേ, പുഞ്ചിരിച്ചോ മുഖത്തോടു കൂടി എല്ലാവരെയും കാണാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം കിട്ടുക പറയുന്നത് ഒരു ഈശ്വരന്റെ അനുഗ്രഹം തന്നെയാണ്. അതിൻ്റെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇത്രയും നേരം എന്നെ ശ്രവിക്കും ചെയ്ത എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത മോഹൻ സാറിന് എസ്പെഷ്യലി വളരെയധികം ഒരു താങ്ക്സ്. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ഒരു അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് എൻ്റെ എല്ലാം ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് സമർപ്പിക്കുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാനെന്നുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി ഓരോ ദിവസം ഈശ്വരന് നന്ദി പറഞ്ഞ് എണീറ്റുകൊണ്ട്. അതുപോലെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 369 എഴുതുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഞാൻ അതൊക്കെ എൻ്റെ ലീഡർ പറയുന്ന കാര്യമൊക്കെ ഞാൻ 100 90 അനുസരിച്ച് പോകും. 369 എഴുതുക, രാവിലെ 3 പ്രാവശ്യം, ഉച്ചയ്ക്ക് 6 പ്രാവശ്യം, നൈറ്റ് 9 പ്രാവശ്യം എഴുതുന്നൊരു ഇതുണ്ട്. അതൊരു പ്രപഞ്ച ശക്തിയാണെന്ന് പറയാം. ഞാൻ എപ്പോഴും ചെയ്യും, എൻ്റെ റാങ്ക് അതാവണം എന്നുള്ളത് എഴുതും. ഇപ്പൊ ഞാൻ RTC ലീഡർ ആണ്, ഏപ്രിൽ 28-ന് RTC ലീഡർ ആണെന്നാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആവും എഴുതാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ ഭയങ്കര എഫക്റ്റ് ഉണ്ട്. ബൈ ചാൻസ് ആയില്ലെങ്കിലും നെക്സ്റ്റ് മന്ത് ആവും. അതിനൊക്കെ ഭയങ്കര ശക്തി ഉണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. രാവിലെ എണീറ്റ പ്രപഞ്ച ശക്തിയോട് ഒരു നന്ദി പറയുക, ഈശ്വര എനിക്ക് ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന് ഞാൻ ഭൂമിദേവി, സൂര്യഭഗവാനെ, പ്രകൃതീശ്വരി നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അതൊക്കെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് കൂട്ടും, നമുക്കൊരു പോസിറ്റീവ് എനർജി കൂട്ടും. ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവരും ഈ ബിസിനസിന്റെ ടോപ്പ് ലെവലിൽ എത്തിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ജഗദീശ്വരൻ കൂടി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്.